ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഷമീസ് കിച്ചൻ. എല്ലാവർക്കും സുഖമാണല്ലോ. വീട്ടിൽ പെട്ടെന്ന് ഒരു ഗസ്റ്റ് വരുമ്പോഴോ അല്ലാന്നുണ്ടെങ്കിൽ കുട്ടികളെ പെട്ടെന്നൊരു സ്വീറ്റ് ചോദിക്കുമ്പോൾ വളരെ ക്രീമി ആയിട്ടും വളരെ രുചികരമായിട്ടും നല്ലൊരു ക്യാരറ്റ് ഹൽവ എങ്ങനെ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാൻ നോക്കാം. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായാൽ ഇതൊന്ന് ലൈക്ക് ചെയ്യാനും കൂടെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും ആ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൻ്റെ ഓള് മറക്കാതെ കൂടെ ഒന്ന് പ്രസ് ചെയ്തേക്കണേ. എന്നാൽ ശരി, എന്തെങ്ങനെയാണ് തയ്യാറാക്കുന്നത് വേഗം ഒന്ന് കണ്ടു നോക്കാം. നമ്മുടെ ഈ ക്യാരറ്റ് ഹൽവ തയ്യാറാക്കി എടുക്കാനായിട്ട് ഞാനിപ്പോൾ ഇതുപോലെ ഒരു 1/2 കിലോ അളവിൽ ക്യാരറ്റ് എടുത്തിട്ടുണ്ട്. ക്യാരറ്റ് എടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് നല്ല ചെറിയ ക്യാരറ്റോ അല്ലാന്നുണ്ടെങ്കിൽ മീഡിയം സൈസുള്ള ക്യാരറ്റോ മാത്രം എടുക്കുക. നല്ല വലിയ സൈസ് ക്യാരറ്റ് ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഫ്ലേവറും രുചിയും കുറച്ച് കുറവായിരിക്കും. ആ ഒരു കറക്റ്റ് ടേസ്റ്റ് നമുക്ക് ക്യാരറ്റ് ഹൽവ തയ്യാറാക്കുമ്പോൾ കിട്ടത്തില്ല. അപ്പോൾ ഈ ഒരു അളവിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ കറക്റ്റായിട്ടുണ്ടാവും. 1/2 കിലോ അളവിലാണ് എടുത്തിട്ടുള്ളത്. നമ്മുടെ ക്യാരറ്റിൻ്റെ പുറം ഭാഗത്തുള്ള ആ ഒരു തൊലിയൊക്കെ ഒന്ന് മാറ്റിയിട്ട് ചെറുതായിട്ട് നമുക്കൊന്ന് ഗ്രേറ്ററിൽ ഗ്രേറ്റ് ചെയ്തെടുക്കാം. ഇതുപോലെ ഈ ഒരു രീതിക്ക് നന്നായിട്ട് നമ്മുടെ ക്യാരറ്റ് എല്ലാം ഒന്ന് ഗ്രേറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി വേണ്ടത്, ഞാനിപ്പോൾ ഒരു കടായി അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് 2 ടേബിൾ സ്പൂൺ അളവിൽ നെയ്യ് ചേർക്കാം. നെയ്യ് ഒന്ന് ചൂടായി തുടങ്ങുമ്പോഴത്തേക്കും ക്യാരറ്റ് ചേർക്കാവുന്നതാണ്. നമ്മുടെ ക്യാരറ്റ് ചേർത്ത് ഒരു 2 മിനിറ്റ് നല്ല രീതിക്കൊന്ന് നെയ്യിലിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ആദ്യം നമ്മുടെ ഈ ക്യാരറ്റിൻ്റെ ഒരു പച്ച ടേസ്റ്റ് ഒന്ന് മാറി കിട്ടട്ടെ. ഇതുപോലെ ഒരു 2 മിനിറ്റ് ഒന്ന് വഴറ്റിയെടുത്ത് കഴിഞ്ഞാൽ പിന്നെ ഇനി നമുക്കിതിലേക്ക് ചേർക്കേണ്ടത് 1/4 കപ്പ് അളവിൽ പഞ്ചസാര എടുത്തിട്ടുണ്ട്. ഇത് നമുക്കിതിലേക്ക് ചേർക്കാം. കൂടെ 1/4 കപ്പ് അളവിൽ തന്നെ പാലും കൂടി ചേർക്കാം. പശുവിൻ പാലാണ് ചേർക്കുന്നത്. ഇത് രണ്ടും കൂടി ചേർത്തിട്ട് നല്ല രീതിക്ക് എല്ലാം കൂടി ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാവുന്നതാണ്. ഇനി നമ്മുടെ പഞ്ചസാരയും അതുപോലെ തന്നെ പാലും എല്ലാം ഒന്ന് കുറുകി വരട്ടെ. അതുവരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കേണ്ടതായിട്ടുണ്ട്. ഫ്ലെയിം നമുക്ക് എല്ലാ സമയത്തും ഒന്ന് ഹൈയിൽ തന്നെ വെച്ചിരിക്കാവുന്നതാണ്. വളരെ കുറച്ച് മാത്രമേ ഉള്ളൂ. പെട്ടെന്ന് തന്നെ ഇതൊന്ന് പാലെല്ലാം ഒന്ന് കുറുകി കിട്ടിക്കോളും. ഇതിപ്പോൾ നല്ല രീതിക്ക് തന്നെ ഒന്ന് തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. ഏകദേശം ഒരു 5 മിനിറ്റ് കൊണ്ട് തന്നെ നന്നായിട്ട് ഒന്ന് കുറുകി തുടങ്ങും. ഇതിപ്പോൾ ഇങ്ങനെ ഒന്ന് തിളയ്ക്കാൻ തുടങ്ങിയിട്ട് ഏകദേശം ഒരു 5 മിനിറ്റോളം ആയിട്ടുണ്ട്. അത്രയും സമയം കൊണ്ട് തന്നെ നമ്മുടെ ഈ പാലും പഞ്ചസാരയൊക്കെ ഒന്ന് വറ്റി കിട്ടിയിട്ടുണ്ട്. ഈ ഒരു സ്റ്റേജിൽ നമുക്ക് ഇനി ചേർക്കേണ്ടത് പാൽപ്പൊടിയാണ്. 1/4 കപ്പ് അളവിലാണ് കേട്ടോ ഞാനിപ്പോൾ പാൽപ്പൊടി എടുത്തിട്ടുള്ളത്. ആ പാൽപ്പൊടി ചേർക്കാം. ഈ പാൽപ്പൊടി ഇപ്പോൾ നമ്മുടെ കയ്യിലില്ല അല്ലെങ്കിൽ പാൽപ്പൊടി ചേർക്കുന്നില്ല എന്നുണ്ടെങ്കിൽ പകരം നമുക്ക് ചേർക്കേണ്ടത് നമ്മൾ ഈ 1/4 കപ്പ് അളവിൽ പാല് ചേർത്തെടുത്ത് 3 കപ്പ് അളവിൽ പാല് ചേർത്ത് നന്നായിട്ട് ഇതുപോലെ ഒന്ന് വറ്റിച്ചെടുത്താലും മതിയാവും. കൂടെ ഒരു 1/4 ടീസ്പൂൺ അളവിൽ ഫ്രഷായിട്ട് പൊടിച്ചെടുത്ത ഏലക്കാപ്പൊടിയും കൂടി, ഇത് രണ്ടും കൂടി ചേർത്ത് നല്ല രീതിക്ക് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ച് കൊടുക്കാം. ഫ്ലെയിം ഞാനിപ്പോൾ ഒന്ന് മീഡിയത്തിൽ വെച്ചിരിക്കുകയാണ്. നമ്മൾ ഈ പാൽപ്പൊടി ചേർത്ത് തയ്യാറാക്കുന്ന സമയത്ത് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഈ ക്യാരറ്റ് ഹൽവ തയ്യാറാക്കി എടുക്കാൻ വേണ്ടി പറ്റും. നമ്മൾ 3 കപ്പ് പാൽ ചേർക്കുമ്പോൾ കുറച്ചും കൂടി കൂടുതൽ സമയം എടുത്ത് വേണം അതൊന്ന് വറ്റിച്ചെടുക്കാനായിട്ട്. അത്രയും മാത്രമേ വ്യത്യാസമുള്ളൂ. ഇതൊരു 2 മിനിറ്റ് ഞാൻ ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്ത് യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി ലാസ്റ്റിൽ നമുക്കിതിലേക്ക് ചേർക്കേണ്ടത് എണ്ണയിൽ വറുത്തെടുത്ത കുറച്ച് അണ്ടിപ്പരിപ്പും മുന്തിരിയുമാണ്. കൂടെ കുറച്ച് ബദാമും കൂടി ചേർത്തിട്ടുണ്ട്. ഒരു 5ഓളം ബദാമും കൂടി 1 ടേബിൾ സ്പൂൺ നെയ്യിലൊന്ന് വറുത്തെടുത്താൽ മതിയാവും. അതും കൂടി ചേർത്ത് നന്നായിട്ട് ഇതെല്ലാം കൂടി ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണം. നമുക്ക് എത്രത്തോളം നട്ട്സ് വേണമോ അതിനനുസരിച്ചിട്ട് നട്ട്സിൻ്റെ അളവ് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാവുന്നതാണ് കേട്ടോ. വളരെ രുചികരമായിട്ട് വളരെ ക്രീമി ടെക്സ്ചറിൽ നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന നല്ലൊരു ക്യാരറ്റ് ഹൽവയാണ് കേട്ടോ. ഇത് ചൂടോട് കൂടിയിട്ട് കഴിക്കാൻ താല്പര്യമുള്ളവർക്ക് അങ്ങനെ കഴിക്കാം. തണുപ്പിച്ചിട്ട് കഴിക്കണം എന്നുള്ളവർക്ക് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചിട്ട് എടുക്കാവുന്നതാണ്. ഞാൻ പറഞ്ഞതുപോലെ വീട്ടിൽ പെട്ടെന്നൊരു വിരുന്നുകാർ വരുമ്പോഴേക്ക് വളരെ രുചികരമായിട്ട് വളരെ ഹാപ്പി ആയിട്ട് നമുക്ക് തയ്യാറാക്കി കൊടുക്കാൻ പറ്റുന്ന നല്ലൊരു ക്യാരറ്റ് ഹൽവയാണ്. ഉറപ്പായിട്ട് നിങ്ങളിതുപോലെ വീട്ടിലൊന്ന് തയ്യാറാക്കി നോക്കണം കേട്ടോ. എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് എനിക്കൊന്ന് മറക്കാതെ അറിയിക്കുകയും വേണം. കാരണം നിങ്ങളുടെ ഫീഡ്ബാക്ക് കാണുമ്പോഴായിരിക്കും അത് മറ്റുള്ളവർക്കും തയ്യാറാക്കി നോക്കണം എന്നുള്ളൊരു പ്രചോദനം ഉണ്ടാകുന്നത്. എത്ര എളുപ്പത്തിലും രുചികരമായിട്ടാണല്ലേ നമ്മൾ തയ്യാറാക്കി എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് ഇഷ്ടമായാൽ ഇതൊന്ന് ലൈക്ക് ചെയ്യാനും കൂടെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാവർക്കും ഇതൊന്ന് ഷെയർ കൂടി ചെയ്ത് കൊടുത്തേക്കണം. ഇതുപോലുള്ള റെസിപ്പിക്ക് വേണ്ടിയിട്ട് നമ്മുടെ ഷമീസ് കിച്ചൻ ചാനൽ ഫോളോ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും ആരും മറക്കരുത്. വീണ്ടും നല്ലൊരു ഷാറ് വീഡിയോ ആയിട്ട് നാളെ കാണാം. അതുവരേക്കും എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക, എല്ലാവരും സേഫ് ആയിട്ടിരിക്കണം. ടേക്ക് കെയർ ഫ്രണ്ട്സ്. ടാറ്റാ.